ആഗോള അയ്യപ്പ സംഗമത്തിന് ഇനി ഒരു നാൾ മാത്രമേ ബാക്കിയുള്ളൂ. പമ്പയിൽ ഇപ്പോൾ അവസാനഘട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനൊപ്പം നമ്മുടെ പ്രതിനിധി എ വി ജയശങ്കറുണ്ട്. പമ്പയിൽ നിന്നാണ് ഇവർ രണ്ടുപേരും നമുക്കിപ്പോൾ മോർണിംഗ് ഷോയിൽ വരുന്നത്. ജയശങ്കർ, പ്രസിഡന്റിന്റെ അഭിപ്രായം എന്താണ്? കാര്യങ്ങളെല്ലാം നേരെ പോകില്ലല്ലേ? ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും ആഗോള സംഗമവുമായി അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പമ്പയിൽ പുരോഗമിക്കുകയാണ്. ദേവസ്വം ബോർഡിന്റെ നായകൻ പ്രസിഡന്റ് 24-നോടൊപ്പം ചേരുകയാണ്. ഒരുക്കങ്ങൾ എവിടെ എത്തി? ഒരുക്കങ്ങൾ നന്നായി നടക്കുന്നു. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ പന്തലും മറ്റു കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. പിന്നെ ഇൻവിറ്റേഷൻ ഒക്കെ ഓരോരുത്തരും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൃത്യം 9:30 തന്നെ സെപ്റ്റംബർ 20 കൃത്യം 9:30 തന്നെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. അത് കഴിഞ്ഞ് അത് 1.5 മണിക്കൂർ 11:30 ഉദ്ഘാടന സെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ 3 വേദികളിലായിട്ട് നടക്കുന്ന സെഷൻസ് കാണും. ഒന്നാമത്തെ വേദിയിൽ പിന്നെ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചയാണ്. അത് കഴിഞ്ഞ് അതേ സമയത്ത് തന്നെ മറ്റു രണ്ട് വേദികളിലായി ക്രൗഡ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച്, അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച്, അതിൻ്റെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ചർച്ചയാണ്. പിന്നെ പിൽഗ്രിം ടൂറിസം. അങ്ങനെ ഈ 3 സെക്ഷനുകളാണ് നടക്കുന്നത്. ഈ 3 സെക്ഷനുകളെയും ക്രോഡീകരിച്ചുകൊണ്ട് ഒരു കൺസെപ്റ്റ് നോട്ട് ഉണ്ടാക്കി അത് അവസാനം മന്ത്രി അത് അവതരിപ്പിക്കും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം താല്പര്യമുള്ള ഭക്തർ ശബരിമലയിലേക്ക് ദർശനത്തിനായി പോകും. വിവാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല, പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ല, അപ്പോൾ അതൊന്നും കാര്യമായി ബാധിക്കില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, പ്രതിപക്ഷം ഉൾപ്പെടെ പങ്കെടുക്കണമെന്നാണ്. വീണ്ടും ഇപ്പോൾ 2 ദിവസം മാത്രമേ ഉള്ളൂ. എങ്കിലും ഞങ്ങൾക്ക് വീണ്ടും അഭ്യർത്ഥിക്കുവാനുള്ളത് പ്രതിപക്ഷം പങ്കെടുക്കണമെന്ന് തന്നെയാണ്. എന്തായാലും പിന്നെ ശബരിമലയുടെ അടിസ്ഥാന വികസനം മാത്രമാണല്ലോ ഞങ്ങളുടെ ലക്ഷ്യം. ശബരിമലയുടെ അടിസ്ഥാന വികസനം എന്ന് പറയുന്നത് കേവലം ശബരിമലയുടെ മാത്രം വികസനമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള 1200 ക്ഷേത്രങ്ങളുടെ വികസനം കൂടിയാണ്. അതുകൊണ്ടാണ് ഇത് കേവലം ഒരു ശബരിമലയുടെ മാത്രം പ്രശ്നമല്ല. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒട്ടേറെ ക്ഷേത്രങ്ങളുടെ നവീകരണവുമായും അഭിവൃദ്ധിയുമായും ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ടാണ് എല്ലാവരും സഹകരിക്കണമെന്ന് വിനയപൂർവ്വമായി ഞങ്ങൾ വീണ്ടും അഭ്യർത്ഥിക്കുന്നത്. മറ്റൊരു വിഷയം, ഈ ഹൈക്കോടതി ശബരിമല ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഭരണപരമായ വീഴ്ച എന്ന് പറയുന്നു. ക്ഷേത്രത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് പറയുന്നത്. ഈ 2019 സ്വർണ്ണപ്പാളി തിരികെ എത്തിച്ചപ്പോൾ മഹസറിൽ രേഖപ്പെടുത്തിയില്ല. അങ്ങനെ ഉദ്യോഗസ്ഥ ഭരണവീഴ്ച ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പം തന്നെ സ്പോൺസർ ചെയ്ത ആൾ രണ്ടാമത് കൊടുത്തയച്ച സാധനം കാണാനില്ല, പീഠം കാണാനില്ല എന്ന് പറയുന്നു. ഈ വിവാദങ്ങളൊക്കെ എന്താണ് പറയാനുള്ളത്? ആദ്യമായി 2025 ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു പിന്നെ ദ്വാരപാലകരുടെ മുകളിൽ ഉണ്ടായിരുന്ന സ്വർണ്ണ കവചം ചെന്നൈയിലേക്ക് പ്ലേറ്റിങ്ങിന് വേണ്ടി കൊണ്ടുപോയതുമായിട്ടായിരുന്നല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത്. അത് സ്വാഭാവികമായും കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് ഞങ്ങൾ കൃത്യമായി മറുപടി കൊടുത്തു. അതിനെ സംബന്ധിച്ച് അവ്യക്തതയെല്ലാം മാറി തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ 2025 പ്രശ്നമില്ല. അതിലൊരു സാങ്കേതികപരമായ പ്രശ്നം ഞങ്ങളുടെ SPയെ ചുമതല ഏൽപ്പിച്ചു. ആദ്യമായി ചെയ്തത് എന്താ, ഈ ഇവിടുന്ന് കൊണ്ടുപോയതിൽ 2025 ഇവിടുന്ന് കൊണ്ടുപോയതിൽ കുഴപ്പമുണ്ടോ, വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ വിജിലൻസ് SP തന്നെ ചുമതലപ്പെടുത്തി. SP സീൽഡ് കവറിൽ മറുപടി നൽകി. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വാഭാവികമായും ചില സാങ്കേതികമായ പിഴവുകൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം പാലിച്ചിട്ടുണ്ട്. ഹൈക്കോടതി പറയുന്ന പോലെ ഭരണപരമായ വീഴ്ച സംഭവിച്ചിട്ടില്ല പറയുന്നത് കേൾക്കും. അപ്പോൾ സ്വാഭാവികമായും അതെല്ലാം പൂർത്തീകരിച്ചാണ് കൊണ്ടുപോയത്. പിന്നെ പിന്നെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാൻ താമസിച്ചു പോയി എന്നത് മാത്രമാണ് അതിൻ്റെ പ്രശ്നം. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു വർഷം ഒരു 50 കേസെങ്കിലും ഈ സ്പെഷ്യൽ ബെഞ്ചുണ്ടല്ലോ, ഈ ദേവസ്വം സ്പെഷ്യൽ ബെഞ്ചാണ്, ആ സ്പെഷ്യൽ ബെഞ്ചുമായി ഒരു 50 കേസെങ്കിലും വരും. അപ്പോൾ ഒരുപാട് വിധികൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവും. ഒരു വർഷമാണ് ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ്റെ കാലാവധി. അപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ടായിരിക്കില്ല, അപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ചില സാങ്കേതിക പ്രശ്നമാണ്, സ്വർണ്ണത്തിൻ്റെ സാങ്കേതിക പ്രശ്നമാണ്. ആ സാങ്കേതിക പ്രശ്നമാണ് എന്ന് SP സീൽഡ് കവറിൽ അവിടെ കൊടുത്തു. അത് കോടതി അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രശ്നമില്ല. അത് പിന്നെ കന്നിമാസം 5 തന്നെ കൃത്യമായി അത് വരും. പിന്നെ പറയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം എന്താ, 2019 പ്രശ്നമാണ് വന്നിരിക്കുന്നത്. 2019 പ്രശ്നം. ആ 2019 പ്രശ്നത്തിലും ആരെയാണ് അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത്? ഞങ്ങളുടെ വിജിലൻസ് SP ആണ് അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം അത് കൃത്യമായി അന്വേഷിച്ച് പിന്നെ കോടതിയിൽ സമർപ്പിക്കും. മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഈ സമർപ്പിച്ച വ്യക്തിയുടെ ഒരു സ്പോൺസറുടെ ഒരു അഭിപ്രായമൊക്കെ വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് അതിലും ഉറപ്പൊന്നുമില്ല. ഒരു പിന്നെ പീഠം അദ്ദേഹം സമർപ്പിച്ചു എന്ന് പറയുന്നു, പിന്നീട് മാറി പറയുന്നു, എന്തോ ആയിക്കോട്ടെ. പക്ഷെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ കാണും. കാരണം ദേവസ്വം ബോർഡിൽ ഒരു പൊട്ട് സമർപ്പിച്ചാൽ പോലും അതിനൊരു രീതിയുണ്ട്. ദേവസ്വം തിരുവാഭരണ കമ്മീഷണർ, പിന്നെ അവിടുത്തെ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, എക്സിക്യൂട്ടീവ് ഓഫീസർ വിജിലൻസിൻ്റെ സാന്നിധ്യത്തിൽ ഒരു മഹസർ തയ്യാറാക്കിയാണ് അത് സ്വീകരിക്കുന്നത്. ചുമ്മാ കൊണ്ട് വച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതവിടെ ഉണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അത് അവിടെ ഉണ്ടാവും. നമ്മുടെ ശബരിമലത്തെ സ്ട്രോങ് റൂമിലും ആറന്മുളയിലെ സ്ട്രോങ് റൂമിലും ഉണ്ടാവും. ഇപ്പോൾ തിരുവാഭരണ കമ്മീഷൻ തിരിച്ചു വരും. ഒപ്പം തന്നെ വിജിലൻസ് SP ഉണ്ട്, പരിശോധിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. രണ്ടുപേരും കൂടെ പരിശോധിക്കട്ടെ, പരിശോധിക്കുമ്പോൾ അതുകൊണ്ടോ നോക്കാം, ഉണ്ടെങ്കിൽ അവിടെ തന്നെ കാണും. പിന്നെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചും 2019 മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചും ഞങ്ങളുടെ SP അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കട്ടെ. ഏത് ഉദ്യോഗസ്ഥൻ അതിൽപ്പെട്ട് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ അതിന് ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ 2019 ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കും. സ്വർണത്തിലെ തൂക്കം കുറഞ്ഞു എന്നൊക്കെ പറയപ്പെടുന്നു. ഞാൻ പറയുന്നില്ല, അതൊക്കെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി അതെല്ലാം കോടതി സ്വാഭാവികമായും ആ അന്വേഷണത്തിന്റെ പരിധിയിൽ അതെല്ലാം വരുമല്ലോ. വരട്ടെ, വരുമ്പോൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ആ കാലത്തുണ്ടായിരുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകും. അതിൽ ഒരു ആശങ്കയും ഞങ്ങൾക്കില്ല. ഈ ഹൈക്കോടതി ശബരിമലയുടെ ഒരു ഗാർഡിയൻ ആയിട്ട് പ്രവർത്തിക്കുന്നതാണ്. ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര ബോഡിയാണ്. അപ്പോൾ ഒരു കിണ്ടി ശരിയാക്കാൻ പോലും ഇങ്ങനെ ഹൈക്കോടതിയുടെ ഇത് ചോദിക്കണമെന്ന് പറയുമ്പോൾ അത് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ദേവസ്വം ബോർഡ് ഉണ്ടാക്കുന്നുണ്ട്? നമുക്ക് നോക്കാം. അതൊക്കെ നമുക്ക് ഉചിതമായ വേദികളിൽ അഭിപ്രായം പറയേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ പൊതുവേദിയിൽ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളല്ല. അതിനെ സംബന്ധിച്ച് നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇപ്പോൾ 25 വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിക്ക് ഒരു ആശങ്കയുമില്ല. കോടതി ചില സംശയങ്ങൾ ഞങ്ങളോട് ചോദിച്ചു, അത് ഞങ്ങൾ കൃത്യമായതിന് മറുപടി പറഞ്ഞു. തിരിച്ച് കന്നി എഞ്ചിൻ ഇവിടെ കൊണ്ടുവരാമെന്ന് സമ്മതിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ പ്രശ്നം 2019 2019 വിഷയവും ദേവസ്വം ബോർഡ് SP ഏൽപ്പിച്ചിരിക്കുന്നു. SP കൃത്യമായി അന്വേഷിച്ച് പിന്നെ കോടതിയെ അറിയിക്കും. പിന്നെ മറ്റു കാര്യങ്ങൾ പീഠത്തിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് സംസാരിക്കുകയായിരുന്നു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന ചില വിവാദങ്ങൾ കൂടി അദ്ദേഹം വ്യക്തത വരുത്തിയിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.